നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉഴുന്നില്ലാതെ എങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂർ കുതിർത്തെടുക്കണം. കൂടാതെ 1/2 കപ്പ് വെന്ത ചോറ്, 1/2 കപ്പ് തന്നെ മസൂർ ദാൾ, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ. മസൂർ ദാൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുതിരയുടെ പരിപ്പാണ്. ഇത് 2 പാത്രങ്ങളിലായിട്ട് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതായത് വേവിച്ച ചോറ്, മുതിരയുടെ പരിപ്പ്, ഉലുവ. സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന ആ സെയിം കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. രണ്ടാമതായിട്ട് 1 കപ്പ് കുതിർത്ത് വെച്ച വെള്ള അരി, പച്ചരി, അതും കൂടെ അരച്ചെടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിതിൽ ഉഴുന്ന് ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് മസൂർ ദാൾ ചേർക്കുന്നത്. ഒരു 7 മിനിറ്റോളം ഇത് കൈയും കൊണ്ട് ഇതുപോലെയൊന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലുള്ള ബാക്ടീരിയ മാവിലേക്കാകുകയും നമ്മുടെ ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. വേഗം പുളിച്ച് വരാനായിട്ട് ഇടയാകും. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണോളം ഉപ്പ് ഒന്ന് വിതറിക്കൊടുക്കുക. ഏത് പുളിക്കേണ്ട മാവും പെട്ടെന്ന് പുളിക്കാനുള്ള ഒരു ടിപ്പാണിത്. അടച്ചു വെക്കുക. നല്ല ചൂടായ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവനിൽ വെക്കണം. ഒരു 7 മണിക്കൂറും കൊണ്ട് ഇത് നല്ലതായിട്ടിവിടെ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒന്ന് ലൈറ്റായിട്ട് ബബിൾസ് ഒന്നും അധികം പൊട്ടിപ്പോകാതെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഉപ്പ് മുകളിൽ വെതറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ഇതിലേക്കൊന്ന് യോജിച്ച് വരണം. ലൈറ്റായിട്ടൊന്ന് ഇളക്കുക. ഉപ്പ് നോക്കുക, വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ. സാധാരണ ഈ ദോശ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇരുമ്പിൻ്റെ ഫ്രൈങ് പാനിലാണ്, ചീനിച്ചട്ടിയിലാണ്. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒന്ന് തൂവി കൊടുക്കുക. അത് ദോശ ഇതിലേക്ക് പിടിക്കാതിരിക്കാനായിട്ട് സാധിക്കും. സാധാരണ ദോശക്കായിൽ ഈ ഉഴുന്ന് ചേർക്കാതെ ലെൻറ്റിൽസിൻ്റെ പരിപ്പും കൊണ്ട് ഉണ്ടാക്കുമ്പം കട്ടി തീരെ കുറവായിരിക്കും. അപ്പം വളരെ സൂക്ഷിച്ച് തന്നെ ഇത് പരത്തിയെടുക്കണം. ടീസ്പൂൺ നെയ്യോ ബട്ടറോ ഇതിലൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പിയും കുറച്ചുകൂടെ രുചിയുമായിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാവുന്ന നെയ്യുടെ അളവ് 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ വരെ കഴിച്ചാൽ അത് ഹെൽത്തി ഇൻടേക്കാണ്. ഇപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. രണ്ടാമതായിട്ട് അധികം നിരത്താതെ കുറച്ചുകൂടെ കട്ടിയിലുണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാവ് ഒഴിച്ചിട്ട് അത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കുമിളകൾ വരുമ്പോഴത്തേക്ക് അത് ഒന്ന് മറിച്ചിട്ടാൽ മതി. അങ്ങനെ ഉഴുന്നില്ലാത്ത ഈസ്റ്റോ സോഡാപ്പൊടിയോ ബൈകാർബണേറ്റോ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരികയും കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈനത്തോൺ.